എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി ട്രെസ് ലെച്ചസ് കേക്ക് ആണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിൾ ആണ് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് മുട്ടയും അതേപോലെ ഓവനും ഒന്നും ഉപയോഗിക്കാതെയാണ്. അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ആർക്കും വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ട്രെസ് ലെച്ചസ് കേക്ക് ആണിത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്നത് പോലെ അത് കഴിക്കുന്നത് പോലെയല്ല, ഒരു സോഫ്റ്റ് ആയിട്ട് നല്ല മോയ്സ്ചർ ആയിട്ടുള്ള കേക്കാണ് കേട്ടത്. അപ്പോൾ ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ലൊരു കേക്കിന്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു കേക്കിന്റെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാൻ മറക്കരുത്. അതേപോലെ ചാനലിന്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ചോക്ലേറ്റ് ട്രെസ് ലെച്ചസ് കേക്ക് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതേ ഈ ഒരു കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഇതുപോലുള്ള ഒരു സ്റ്റീലിന്റെ ഗ്ലാസ്സിൽ ഒരു കപ്പ് നിറയെ, അതായത് ഒരു ഗ്ലാസ് നിറയെ മൈദയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അളവ് കപ്പ് ഇല്ലാത്തവർക്ക് വളരെ എളുപ്പമായിരിക്കും ഈ ഒരു കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അളവ് കപ്പ് ഇല്ലാന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലുള്ള ഒരു സ്റ്റീലിന്റെ ഗ്ലാസ് എടുത്താലും മതി. അപ്പോൾ ഈ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് കറക്റ്റ് 250 ml ഗ്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗ്ലാസ്സിൽ കറക്റ്റ് ഒരു ഗ്ലാസോളം വരുന്ന മൈദ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മൈദ അളന്നെടുത്തിട്ടുള്ള അതേ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ ഏകദേശം അര ഗ്ലാസോളം വരുന്ന പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ. മുഴുവനായിട്ടുള്ള പഞ്ചസാര ചേർക്കാനായിട്ട് പാടില്ല. കറക്റ്റ് നന്നായിട്ട് നല്ല ഫൈൻ പൗഡർ ആയിട്ടുള്ള പൊടിച്ച പഞ്ചസാര അത് അര ഗ്ലാസോളം നമുക്ക് ഈ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു മൈദയിലോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ നിറയെ ബേക്കിംഗ് പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം വരുന്ന ബേക്കിംഗ് സോഡയും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 3 ടീസ്പൂണോളം വരുന്ന കൊക്കോ പൗഡറും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കേക്കിന്റെ മധുരം ഒന്ന് ബാലൻസ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്വല്പം ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ പൊടികളെല്ലാം കൂടി ഇതുപോലുള്ള ഒരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് വേറെ സാധാരണ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ അരിപ്പയിൽ കൂടി അരിച്ചെടുക്കുന്നൊന്നുമില്ല. ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു ബേക്കിംഗ് പൗഡറും കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഈ ആ ഒരു മൈദയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മൈദ അളന്നെടുത്തിട്ടുള്ള അതേ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ ഏകദേശം ഒരു 1/4 ഗ്ലാസോളം വരുന്ന അധികം പുളിയില്ലാത്ത തൈര് മുഴുവനായിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ മുട്ടയൊന്നും ചേർക്കുന്നില്ല, അതിന് പകരമായിട്ട് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു 1/4 ഗ്ലാസോളം ഈ ഒരു പാത്രത്തിലോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അതേ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ ഏകദേശം ഒരു 1/4 ഗ്ലാസോളം വരുന്ന വെജിറ്റബിൾ ഓയിലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ ഒന്നും എടുത്ത് ഉപയോഗിക്കേണ്ട, ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഓയിൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു തൈരും ഈ ഒരു ഓയിലും കൂടി ഇനി ഇതുപോലുള്ള ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു തൈര് മിക്സ് ആവുന്ന രീതിയിൽ വേണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ കേക്കിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം വരുന്ന വാനില എസൻസും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള പൊടി നമുക്ക് കുറച്ചായിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എല്ലാം കൂടി അങ്ങോട്ട് ഒരുമിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലുള്ള ഒരു സ്പാച്ചിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സാധാരണ ഒരു സ്പൂണോ വെച്ചിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കേക്കിന്റെ ബാറ്റർ എപ്പോഴും നമ്മൾ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് ബലം കൊടുത്തിട്ട് മിക്സ് ചെയ്യേണ്ട. ഇതുപോലെ പതുക്കെ ഒരു സൈഡിലേക്ക് മാത്രം ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബാറ്റർ ഒരുപാട് അങ്ങോട്ട് ടൈറ്റ് ആവുകയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് കുറച്ചായിട്ട് പാല് ചേർത്ത് കൊടുത്തിട്ട് കറക്റ്റ് ആ ഒരു കേക്ക് ബാറ്ററിന്റെ പരിവാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരുപാട് ചൂടുള്ള പാല് ഒഴിക്കാൻ പാടില്ല, അതേപോലെ ഒരുപാട് തണുത്തിട്ടുള്ള പാലും എടുക്കണ്ട കേട്ടോ. ഒരു ഇളം ചൂടുള്ള പാല് ഒഴിച്ചിട്ട് വേണം നമ്മുടെ ഈ ഒരു കേക്കിന്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതേ നമ്മുടെ കേക്കിന്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ താഴോട്ട് ഇടുന്ന സമയത്ത് റിബൺ പോലെ താഴോട്ട് വിടണം. അതാണ് കേക്ക് ബാറ്ററിന്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പാല് ചേർത്ത് കൊടുത്ത് കറക്റ്റ് ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക. കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 ഗ്ലാസോളം ഇളം ചൂടുള്ള പാല് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും പാല് വേണ്ടി വരും നമുക്ക് ഈ ഒരു കേക്കിന്റെ ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലുള്ളൊരു കേക്ക് ടിന്നിലാണ് നമ്മൾ കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ കേക്ക് ടിന്നിന്റെ അടിയിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അതിന്റെ മുകളിലോട്ടായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കേക്ക് ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം.
ഇത് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരുപോലെ ആ ഒരു കേക്കിന്റെ ബാറ്റർ എത്താൻ വേണ്ടിയിട്ട്. അതേപോലെ ഇതുപോലുള്ളൊരു ഈർക്കിളിയോ അല്ലാന്നുണ്ടെങ്കിൽ ടൂത്ത് പിക്കോ വെച്ചിട്ട് ജസ്റ്റ് കേക്ക് ബാറ്ററിന്റെ ഉള്ളിലേക്ക് കൂടി ഒന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും എയർ ബബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലുള്ളൊരു ഇഡ്ഡലി ചെമ്പിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിന്റെ മുകളിലോട്ടായിട്ട് ഇതുപോലുള്ളൊരു റിങ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു റിങ്ങിന്റെ മുകളിൽ വേണം നമ്മുടെ കേക്ക് ടിന് നമ്മൾ ഇറക്കി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു കേക്ക് ടിന് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഒരു പാത്രമോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടപ്പോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആവിയിൽ വേവിക്കുന്നതായതുകൊണ്ട് ആ ഒരു വെള്ളമൊക്കെ ഈ ഒരു കേക്കിൽ വന്നിട്ട് വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഒരു അടപ്പിന്റെ മുകളിലോട്ടായിട്ട് ഇതുപോലുള്ള വെയിറ്റ് ഉള്ള എന്തെങ്കിലും വെച്ച് കൊടുക്കട്ടോ. നമ്മുടെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കേക്ക് പെട്ടെന്ന് അങ്ങോട്ട് ബേക്ക് ആയിട്ട് കിട്ടും. ഇനി ഏറ്റവും ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് ഒരു 35 മിനിറ്റ് കേട്ടോ. ഈ ഒരു കേക്ക് ബേക്ക് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി ടൈം എടുക്കും. കാരണം നമ്മളിതിൽ മുട്ടയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, പകരം തൈരാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ബേക്ക് ആയി കിട്ടാൻ തന്നെ ഇച്ചിരി ഒന്നും ടൈം എടുക്കും കേട്ടോ. കറക്റ്റ് ഹൈ ഫ്ലെയിമിൽ ഒരു 35 മിനിറ്റ്. ഇനി നമുക്ക് ഈ ഒരു കേക്കിന് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഇതേ കറക്റ്റ് ഒരു 1/4 ഗ്ലാസോളം വരുന്ന നല്ല തണുത്ത പാല് ഒരു പാത്രത്തിലോട്ട് മുഴുവനായിട്ട് ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ കറക്റ്റ് 1 ടേബിൾ സ്പൂണോളം വരുന്ന ചോക്ലേറ്റ് സിറപ്പാണ് കേട്ടോ. ഇനി സിറപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് പാലിലിട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് കറക്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. ഇത് നമുക്ക് കറക്റ്റ് ആ ഒരു ചോക്ലേറ്റ് ഫ്ലേവർ നന്നായിട്ട് കേക്കിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് കറക്റ്റ് ഒരു 2 ടേബിൾ സ്പൂണോളം വരുന്ന പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇതിന്റെ കൂടെ ഒരു 1/4 ടേബിൾ സ്പൂണോളം വരുന്ന കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ചോക്ലേറ്റ് ഫ്ലേവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ നിങ്ങളുടെ കയ്യിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോക്ലേറ്റ് സിറപ്പ് ചേർത്ത് കൊടുക്കാം, കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം, ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഇനി അവസാനമായിട്ട് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വരുന്ന വിപ്പിംഗ് ക്രീമും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീമിന് പകരമായിട്ട് ഇതേ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ഫ്രഷ് ക്രീമോ അല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡോ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഏതായാലും നിങ്ങളുടെ ഇത് കയ്യിലുള്ളതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റുള്ള ഒരു ചോക്ലേറ്റ് സിറപ്പാണ് കേട്ടോ ഇത് തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇതിന്റെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന്റെ ആ ഒരു ടേസ്റ്റ് തന്നെ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഇത് തന്നെ നല്ലൊരു ഡ്രിങ്ക് ആണ് കുടിക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഡ്രിങ്ക് ആണ് കേട്ടോ. ഇച്ചിരിയും കൂടി ഒന്ന് തണുപ്പിച്ചിട്ടൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിന്റെ നോർമൽ റാക്കിൽ ഒരു 10-20 മിനിറ്റ് നമുക്കൊന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കേക്കിന് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഇത് നല്ല തണുത്തിട്ടുള്ള പാത്രത്തിൽ ഏകദേശം 1/2 ഗ്ലാസോളം വരുന്ന വിപ്പിംഗ് ക്രീം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ കട്ടകളൊന്നും ഇല്ലാത്ത നല്ല തണുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു ബ്ലേഡും ഈ ഒരു പാത്രവും അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്രീം നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റിഫായിട്ട് കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു ക്രീം പകുതി ഒന്ന് സ്റ്റിഫായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതിലോട്ട് 2 ടീസ്പൂണോളം നല്ല പൊടിച്ച പഞ്ചസാര, അതേപോലെ 2 ടീസ്പൂണോളം വരുന്ന കൊക്കോ പൗഡറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ പഞ്ചസാര ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ക്രീമിന്റെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്റെ ഇപ്പൊ അത്യാവശ്യം നല്ല മധുരമുള്ള ക്രീമാണ്, ഫിയോണയുടെ ക്രീമാണ് കേട്ടോ. അപ്പൊ അത് അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു നുള്ളു വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് വീണ്ടും നന്നായിട്ട് ഈ ഒരു ക്രീം നന്നായിട്ട് നല്ല സ്റ്റിഫ് ആകുന്നത് വരെ നമുക്കൊന്ന് അടിച്ചിട്ടെടുക്കാം. നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തെങ്കിലും എയർ ബബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിന്റെ നോർമൽ റാക്കിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. അപ്പൊ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് ബേക്ക് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലുള്ള ഒരു ഈർക്കിളിയോ അല്ലാന്നുണ്ടെങ്കിൽ ടൂത്ത് പിക്കോ വെച്ചിട്ട് കറക്റ്റ് കേക്കിന്റെ സെന്റർ ഭാഗം ഒന്ന് കുത്തി നോക്കുക. നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. അതുപോലെ നമ്മൾ ഈ ഒരു കേക്ക് ബേക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഒന്ന് ടൈം എടുക്കും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ നമ്മൾ മുട്ട ചേർക്കാത്തത് കൊണ്ട് ഇച്ചിരി ഒന്ന് ടൈം എടുത്തിട്ട് തന്നെയാണ് ഈ ഒരു കേക്ക് ബേക്ക് ആക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമ്മൾ മുട്ട ചേർക്കാതെയാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെന്ന് ഒരിക്കലും പറയില്ല. അപ്പൊ കേക്കിന്റെ ആ ഒരു ചൂടൊക്കെ അത്യാവശ്യം ഒന്ന് മാറിയതിനു ശേഷം ആ ഒരു മുകൾ ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു ഷേപ്പിലൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഒരു ബട്ടർ പേപ്പർ നമുക്ക് പതുക്കെ ഈ ഒരു കേക്കിൽ നിന്ന് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് തണുത്തിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു ബട്ടർ പേപ്പർ ഒന്ന് പതുക്കെ ഞാൻ അങ്ങോട്ട് മാറ്റി കൊടുക്കുകയാണ്.
ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റിന്റെ സിറപ്പ് ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് നമുക്ക് ഈ ഒരു കേക്കിന്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കേക്ക് ഫ്രിഡ്ജിന്റെ നോർമൽ റാക്കിൽ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് സിറപ്പൊക്കെ ഈ ഒരു കേക്ക് നന്നായിട്ട് അങ്ങോട്ട് ഡ്രിങ്ക് ചെയ്തോളും. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഈ ഒരു കേക്ക് ഞാൻ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ സ്റ്റിഫ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു നമ്മുടെ വിപ്പിംഗ് ക്രീം ഈ ഒരു കേക്കിന്റെ മുകളിലോട്ടായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ തേച്ച് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ പാലറ്റ് നൈഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്ത് കൊടുത്തോളൂ. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വീട്ടിലൊരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു കേക്കിന്റെ മുകളിലോട്ടായിട്ട് ഈ ഒരു ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്ത് ഞാൻ ഈ ഒരു കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിന്റെ നോർമൽ റാക്കിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ. ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ ക്രീമും നമ്മുടെ കേക്കും നന്നായിട്ടൊന്ന് സെറ്റായിട്ട് കിട്ടും. അപ്പൊ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡ്സ് ഒക്കെ, ഈ ഒരു കേക്കിന്റെ സൈഡ് ഭാഗമൊക്കെ ഞാൻ ഇതുപോലുള്ള ഒരു കത്തി വെച്ചിട്ട് പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു കറക്റ്റ് ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേ നമ്മുടെ ചോക്ലേറ്റ് ട്രെസ് ലെച്ചസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഞാനൊന്ന് ഡെക്കറേറ്റിംഗ് കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു കേക്കിന്റെ മുകളിലോട്ടായിട്ട് കുറച്ചൊന്ന് ചോക്കോ ചിപ്സും അതുപോലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നമുക്കൊരു പീസ് മറ്റൊരു പ്ലേറ്റിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചിട്ട് ആ ഒരു ഡ്രിങ്കിലൊന്ന് കേക്ക് കോട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് ചോക്ലേറ്റിന്റെ ആ ഒരു ഫ്ലേവറാണ് ഈ ഒരു കേക്കിനുള്ളത്. അപ്പോൾ ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ലൊരു മോയ്സ്ചർ ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് കേക്കിന്റെ ടേസ്റ്റും കൂടി ഒന്ന് നോക്കാം. ആ ഒരു ചോക്ലേറ്റ് സിറപ്പിലൊക്കെ പതുക്കെ കേക്ക് നമ്മുടെ ഒന്ന് കോട്ടാകുന്ന രീതിയിൽ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഇത് പതുക്കെ ഒന്ന് വായിലിട്ടോളൂ കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചോക്ലേറ്റ് ട്രെസ് ലെച്ചസ് കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നെപ്പോലെ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടാവും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുള്ളൂ. നല്ല കിഡിലനായിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കും കേട്ടോ. അതേപോലെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ, കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. Bye-bye.